ഇതുണ്ടോ നമ്മുടെ കമ്പിത്തിരി കത്തുന്നതുണ്ടോ? ഈ കമ്പിത്തിരി എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നമുക്കൊന്ന് ഫാക്ടറി പോയി നോക്കിയാലോ. പല കെമിക്കലുകൾ കൂട്ടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്താ മയിൽ മാതിരി? ആഹാ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും നമ്മളുണ്ടല്ലോ അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. എന്താണ് സംഭവം എന്നറിയോ? നമ്മുടെ നാട്ടിൽ ക്രിസ്തുമസിന് അതുപോലെ തന്നെ വിഷുവിന് പല ആഘോഷങ്ങൾക്ക് കത്തിക്കുന്ന കമ്പിത്തിരി എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഇത് മനസ്സിലാക്കാനായിട്ട് നമ്മളിത് എത്തിയിരിക്കുന്നത്. എവിടെയാണെന്നറിയാം? അരിസം പൊട്ടാസ് എന്ന് പറയുന്ന ഒരു ക്രാക്കർ ഷോപ്പിന്റെ ഓൺ ഫാക്ടറിയിലാണ് നമ്മളിത് എത്തിയിരിക്കുന്നത്. എവിടെയാണെന്നറിയോ? ശിവകാശിയിൽ എത്തിയപ്പോൾ ഇത് നമ്മൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് കമ്പനിയാണ് കേട്ടോ ഇവിടെ നമ്മുടെ ഈ ശിവകാശിക്കകത്ത് പടക്ക നിർമ്മാണം, അതുപോലെ തന്നെ ഗുണ്ട്, അങ്ങനെ പല സാധനങ്ങൾ, ഫയർ വർക്കിന്റെ വിവിധങ്ങളായ സാധനങ്ങൾ നിർമ്മിക്കുന്ന കമ്പനി ആയിരക്കണക്കിന് കമ്പനിയാണ്. നമ്മൾ ഇനി അധികം പറഞ്ഞു തീർക്കിപ്പിക്കുന്നില്ല കേട്ടോ. എങ്ങനെയാണ് കമ്പിത്തിരി നിർമ്മിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ നമ്മളങ്ങ് പരിചയപ്പെടാനായിട്ട് പോവാണ്. കമ്പനിക്കകത്തേക്ക് പോയി അപ്പോൾ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കമ്പനിക്കകത്ത് പോയി നമ്മൾ പരിചയപ്പെടാൻ പോവാണ്. നമ്മൾ കമ്പനിക്കകത്തേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് അറിയത്? ഇതിന്റെ അകത്ത് വലിയൊരു കോമ്പൗണ്ടിന്റെ അകത്ത് നിറച്ച് ബിൽഡിംഗ് ആണ്, ചെറിയ 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 ബിൽഡിംഗ് ആയിട്ട്. ഇത് എന്തിനാണെന്നറിയോ? ഇതിന്റെ അകത്ത് സ്ഫോടക വസ്തുക്കള് അങ്ങനെ അതൊരു റൂമിൽ വെക്കും. അതുപോലെ തന്നെ കമ്പിത്തിരി ഉണങ്ങി കഴിയുമ്പോൾ അതൊരു വേറെ റൂമിൽ വെക്കും. അങ്ങനെ ഇതിന്റെ പല പണികള് നടക്കുന്ന സമയങ്ങളെല്ലാം ഉണ്ടല്ലോ ഓരോരോ ചെറിയ റൂമില്, പാക്കിംഗ് ഒരു റൂമില് ഇതെല്ലാമായിട്ട് മിക്സ് ചെയ്യാതെ പോകാതെയും അതുപോലെ തന്നെ അപകട സാധ്യത കുറയ്ക്കാനും വേണ്ടിയാണ് കേട്ടോ ഇതുപോലെയുള്ള റൂമുകൾ പണിതിടുന്നത്. ഈ കാണുന്ന ടിന്നുകളിലൊക്കെ ഉണ്ടല്ലോ ഇതിനാവശ്യമായ കെമിക്കലുകൾ സൂക്ഷിച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇനിയിപ്പോൾ ഇതിന്റെ അളവിനനുസരിച്ച് തൂക്കി എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ചെരുവത്തിലേക്ക് വെള്ളവും മറ്റ് കെമിക്കലുകളെല്ലാം കൂടെ കൂട്ടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാനുള്ള പണികളാണ് ഇനി കാണാനായിട്ട് പോകുന്നത്. കമ്പിത്തിരി നിർമ്മാണത്തിന്റെ ആദ്യഘട്ട പണികളാണ് കേട്ടോ കാണുന്നത്. അതിനുള്ള മിക്സിംഗ് ഒക്കെയാണ് ഈ കാണുന്നത്. ഇവരത് നല്ലതുപോലെ മിക്സ് ചെയ്യുകയാണ്. ഇതിൻ്റെ അകത്തേക്ക് പല കെമിക്കലുകൾ കൂട്ടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് കത്തുന്ന ആ പരുവത്തിലേക്ക് എത്തണ്ടേ, അതുപോലെ തന്നെ അതിനുള്ള പശകള് കാര്യങ്ങളെല്ലാം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യുന്നതാണ് കാണുന്നത്. ഇതുപോലെ ഒരു പലക നമ്മളെടുത്ത് ഇതുണ്ടോ, ഇത് ഓരോന്നോരോന്നായിട്ട് അയച്ചെടുക്കാവുന്ന ഒരു പലകയാണ്. ഇതിൽ ഓൾറെഡി സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇതുണ്ടോ, അതിങ്ങനെ അകത്തി ഒരു നെറ്റ് ബോൾട്ടയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് അകത്തി വെക്കും. എന്നിട്ട് ഇതിലേക്ക് ഇതുണ്ടോ, ഇവിടെ നിറച്ച് കമ്പികളുണ്ട് കേട്ടോ. ഇത് കോപ്പറിന്റെ കമ്പിയാണ്, ചെറിയ കട്ട് ചെയ്ത പീസുകളാണ്. ഈ പീസ് ഇതിന്റെ അകത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇതുണ്ടോ, ഇവരെത്ര എണ്ണമാണ് അവർ നിശ്ചയിച്ചിരിക്കുന്നത് അത് ഇതുപോലെ ഇങ്ങനെ അടുക്കി ഫുള്ള് ഇതിൻ്റെ അകത്തേക്ക് വെക്കും. എന്നിട്ട് ഇതിനെ ടൈറ്റ് ചെയ്യുന്ന പണിയാണ് നമ്മളിപ്പോൾ ഇത് കാണാനായിട്ട് പോകുന്നത്. ഈ പലക ഇപ്പോൾ ഫുള്ള് എല്ലാം റെഡിയാക്കി സെറ്റാക്കി. ഇതുണ്ട്, ഈ ഒരു നെറ്റ് ബോൾട്ടിലാണ് ഇത് നല്ലപോലെ ടൈറ്റാക്കി. ഇത് ഓരോ പലക ഇങ്ങനെ കണ്ടോ, ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കയറ്റി വെച്ചതാണ്. ഇത് നല്ലപോലെ ടൈറ്റ് ചെയ്തു. ഇനിയിപ്പം ഈ പലകയിലാണ് ഇനി കമ്പിത്തിരി നിർമ്മിക്കാനായിട്ട് പോകുന്നത്. പല അളവിലുള്ള കമ്പിത്തിരികളുടെ ഡിപ്പിങ്ങിനുള്ള കമ്പി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഈ പലക കാണുന്നത്. അപ്പോൾ ഇനി അടുത്ത പണികൾ ഇനി ഡിപ്പിങ്ങിൻ്റെ പണികളാണ് നമ്മൾ ഈ കാണാനായിട്ട് പോകുന്നത്.
കമ്പിത്തിരി നിർമ്മാണത്തിന്റെ ആദ്യത്തെ പണി എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മളിപ്പം ഈ പൗഡർ എല്ലാം മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി അതെല്ലാം നമ്മൾ കണ്ടല്ലോ. ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഈ കമ്പി നിർമ്മിക്കുന്നതും നമ്മൾ കണ്ടു. അപ്പൊ ഈ കമ്പി ഇത് നമ്മുടെ കോപ്പറിന്റെ കമ്പിയാണ്. ഇത് കോപ്പറിന്റെ ഈ കമ്പി നമ്മളിത് ഈ ഒരു പേസ്റ്റിലേക്ക് ഇങ്ങനെ മുക്കുവാണ്. ഇത് ഫസ്റ്റ് ഡിപ്പിംഗ് ആണ്. ഇങ്ങനെ നമ്മളിത് ഇതിലേക്ക് അങ്ങ് മുക്കും. കണ്ടോ? ഇത് നമ്മളങ്ങ് വിട്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മളങ്ങ് വിട്ടു മുക്കി. ഇത് ഫസ്റ്റ് ഡിപ്പിംഗ് ആണ്. കഴിഞ്ഞ് ഇങ്ങനെ പൊക്കി എടുത്തിട്ട് ഇത് ഇങ്ങനെ മാറ്റി വെക്കുവാണ്. ഇത് ഫസ്റ്റ് ഡിപ്പിംഗ്. അങ്ങനെ ഇത് മൂന്നാമത്തെ ഡിപ്പിങ് കഴിഞ്ഞത് ഇങ്ങനെ ഉന്തി പോരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതില് ചെറിയ ജലാംശമൊക്കെ ഇങ്ങനെ നിലത്ത് വീഴും. അത് കഴിഞ്ഞത് ഈ പൗഡർ, ഇതിന്റെ പേരാണ് അലായി അല്ലേ? അപ്പൊ ഈ പൗഡർ ഇങ്ങനെ തൂളി ഇതിലേക്ക് കൊടുക്കും. എന്നിട്ട് ഇത് ഉണങ്ങാനായിട്ട് വെക്കുവാണ് കേട്ടോ. ആ ഗ്രൗണ്ടിലേക്ക് നല്ല വെയിലത്തങ്ങ് ഉണങ്ങാനായിട്ട് വെക്കും. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാം, നമ്മുടെ ഈ കമ്പിത്തിരി എല്ലാം പറന്ന് പറഞ്ഞൊരു സൗണ്ട് കേൾക്കാമല്ലോ. അത് ഇങ്ങനെ വരാൻ വേണ്ടിയാണ് ഈ അലായി ഇങ്ങനെ തൂളി കൊടുക്കുന്നത്. കമ്പിത്തിരികളെല്ലാം ഉണങ്ങാനായിട്ട് വെച്ചേക്കോട്ടെ. ഇവിടെ നല്ല ശക്തമായ വെയിലാണ് ഈ ഗ്രൗണ്ടിൽ അടിക്കുന്നത്. ഇത് ഒറ്റ ദിവസം കൊണ്ട് ഈ കമ്പിത്തിരികൾ ഫുള്ള് ഉണങ്ങിയെടുക്കും. ഒറ്റ ദിവസം മതി. നമ്മുടെ കമ്പിത്തിരികൾ ഫുള്ള് ഉണങ്ങിയത് നമ്മുടെ തടിപ്പലകയിൽ നിന്ന് ഫുള്ള് എടുത്തു കേട്ടോ. ഇത് വെച്ചേക്കുന്നുണ്ടോ? വലിയ കമ്പിത്തിരി ഉണ്ട്, ഇതുണ്ടോ? വലിയ നീളമുള്ള കമ്പിത്തിരി, ചെറിയ കമ്പിത്തിരി, വിവിധ അളവിലുള്ള കമ്പിത്തിരികളാണ് ഇവിടെ നിർമ്മിക്കുന്നത്. അപ്പൊ ഈ കമ്പിത്തിരികൾ ഫുള്ള് ഇനി ഉണ്ടല്ലോ പാക്ക് ചെയ്യാനായിട്ട് പോവാണ് നമ്മുടെ ഷോപ്പിലേക്ക്, ഇല്ലേ നമ്മുടെ പുറത്തെ കടകളിലേക്കെല്ലാം കൊടുക്കാൻ വേണ്ടിയുള്ള രീതിയിൽ ഇത് ഫുള്ള് പാക്ക് ചെയ്യാനായിട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അങ്ങനെ നമ്മുടെ കമ്പിത്തിരികൾ ഇതേ പാക്ക് ചെയ്യുന്ന സെക്ഷനിലേക്ക് എത്തി കേട്ടോ. ഇതുണ്ട്, ഈ ചേച്ചി ഇവിടെ ഇരുന്ന് ഫുള്ള് പാക്ക് ചെയ്യുകയാണ്. ഇതുണ്ടോ, ഈ കവറിലേക്ക് ഇതേ ഒരു 10 എണ്ണം. എത്ര പീസാ? 10 പീസ് വെച്ചിട്ട് ഇതുണ്ട് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പല വലുപ്പത്തിലുള്ള കമ്പിത്തിരികളാട്ടോ. ഇതുണ്ടോ, ഇത് ചെറിയ കമ്പിത്തിരി, ഇതുണ്ടോ, ഇത് വലിയ കമ്പിത്തിരി, അങ്ങനെ പല കമ്പിത്തിരികൾ പല വലിപ്പത്തിലുള്ളതാണ് ഇവിടെ ഇവർ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വീഡിയോ നമുക്കുണ്ടല്ലോ ഷൂട്ട് ചെയ്യാനായിട്ടുള്ള അവസരം ഒരുക്കി തന്നത് അരിസൺ പൊട്ടാസ് എന്ന് പറയുന്ന കമ്പനി കേട്ടോ. അവരുടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് എന്തെല്ലാം പ്രോഡക്റ്റ് ഉണ്ട്, കാര്യങ്ങളുണ്ടെന്ന് അവരുടെ ഷോപ്പിലൊന്ന് പോയിട്ട് ഫുള്ളൊന്ന് പരിചയപ്പെടാം. നമ്മൾ വന്നേക്കുന്നുണ്ടല്ലോ അരിസൺ ക്രാക്കർ ഷോപ്പിന്റെ ഇതേ ഫാക്ടറി ഔട്ട്ലെറ്റിലാണ് നമ്മൾ വന്നേക്കുന്നത്. നമുക്ക് അകത്ത് കയറി ഇതിന്റെ അകത്ത് എന്തൊക്കെയുണ്ട്, എന്നൊക്കെ വെറൈറ്റി ഉണ്ട്, എന്തൊക്കെയാണ് ഇവരുടെ പരിപാടികൾ നല്ല ഫുള്ളൊന്ന് കണ്ടു നോക്കാം. அண்ணா என்ன வெரைட்டி இருக்குங்க? இப்போ நம்ம வெரைட்டிஸ் பார்க்க போறது விசுவோட ஸ்பெஷல். என்ன ஸ்பெஷல்? விசுவோட ஃப்ளவர் பார்ட்ஸ் ஐட்டம்ஸ். ஃப்ளவர் பார்ட்ஸ் பிக் இருக்கு, ஓகே, ஸ்பெஷல் இருக்கு, அசோகா இருக்கு, கலர் கோட்டி இருக்கு. கலர் கோட்டில இருக்கயிலே பெருசு இருக்கு. ஃப்ளவர் கலர் கோட்டில சூப்பர் டீலக்ஸ் இருக்கு. ஓகே, சூப்பர். இது இந்த இருக்கயிலே ஒரு 1.5 போஸ்ட் ஹைட்டுக்கு மேல போகும். ஓ, ஹைட் போகும் மேல. அடுத்து ரெண்டாவது சில்லிய குழந்தைகளுக்கான சக்கரம் இருக்கு. ஓகே, சக்கரத்தை ஸ்பெஷல். ஓ, கலர் கோட்டி. Okay. ഇതിലെ ചക്രത്തെ ന്യൂ വെറൈറ്റീസ്. ഒരു മിനിറ്റ്. കിഡ്സ് വെറൈറ്റി എന്ത് ഇருக்கு? കിഡ്സ് വെറൈറ്റീസ് 2025 വിസോட ஸ்பெஷல் இருக்கு. ഇവിടെ ഉണ്ട്. ஓகே. என்னென்ன வெரைட்டி? ஃபர்ஸ்ட் எடுக்க போறது செல்ஃபி ஸ்டிக். செல்ஃபி ஸ்டிக்கோட ஃபங்க்ஷன் ഇവിടെ இந்த மாதிரி வரும். 5 கலர்ஸ் சேஞ்ச் ஆயிட்டே இருக்கும். செகண்ட் ஹாப்ல பார்க்க போறது சாக்லேட் வீல். சாக்லேட் வீல்ல ஒரு இது ஃபயர் பண்ணா டப்புன்னு வெடிச்சு 4 சக்கரம் வெளிய வரும். ஓ, அப்படியே. ஆமா, இதோட ஸ்பெஷல்.
கிண்டர் ஜாய் இது ஃபர்ஸ்ட் டைம் பாக்குறேன். இது ஃபர்ஸ்ட் டைம் கிண்டர் ஜாயோட ஃபங்க்ஷன் எப்படி வரும்னா ஃபயர் பண்ணிட்டா சாக்லேட்ல இருந்து பம்பரம் சுத்தம் வெளியே. ஓ அப்படியா? ஆமா. ரெண்டாவது இது பார்க்க போறது சக்கரை ஸ்பார்க்லர்ஸ் ஸ்பின்னர் ஸ்பார்க்லர்ஸ். ஓ ஆமா, சக்கர மாதிரி சுத்தம். கம்பித்திரி சக்கர மாதிரி சுத்தம். ஓ கம்பித்திரி சக்கர மாதிரி. கம்பித்திரி சக்கர மாதிரி சுத்தம். 2 பீஸ் ஃபவுண்டைன், கிராக்லிங் ஃபவுண்டைன். ஓகே 2 பீஸ். இது சிங்கிள் பீஸ் ஃபவுண்டைன். ஓகே சிங்கிள் பீஸ் ஃபவுண்டைன்ல டபுள் கலர். ஓஹோ டபுள் கலர் சேஞ்ச் ஆகும். இது மணி பேங்க். ஓகே டூப்ளிகேட் மணி பேங்க். கிட்ஸ் வெரைட்டிஸ். இது வந்து பட்டர்ஃப்ளை. பட்டர்ஃப்ளையோட ஃபங்க்ஷன் எப்படி இருக்குன்னா இந்த இருக்குல ஃபர்ஸ்ட் புஷ்வானா, ரெண்டாவது மேல ரவுட், மூணாவது சக்கரம் புட்டிக்கும். 4 ஃபங்க்ஷன் உண்டு. ஒரு பீஸ்ல 4 ஃபங்க்ஷன் உண்டு. ஒரு சிங்கிள் அவுட். ஓகே சிங்கிள் அவுட்ல கிராக்லிங் இந்த வெடிக்கல இதே மாதிரி வெடிக்கும் சேம். ஓஹோ ஆமா கிராக்லிங். இது சக்கரத்துல மல்டி கலர் சக்கரம், ஸ்பின்னர் சக்கரம் மல்டி கலர். பேட் பாயோட டின் பீரோட கொண்டு கிராக்லிங் ஃபவுண்டைன் 3 பீஸ் இருக்கும். இது மேல பறக்குற ட்ரோன். ஓ ட்ரோன். ஆமா ட்ரோன் ஒரு போஸ்ட் ரேட்டுக்கு போகும் மேல. நெக்ஸ்ட் பாக்குறது ஹெலிகாப்டர். நெக்ஸ்ட் பார்க்க போறது சம்சா കിഡ്സോടെ സമോസ കിഡ്സോടെ സ്പെഷ്യൽ സമോസയൊക്കെ ആദ്യമായിട്ട് കാണുന്നത്. കിഡ്സോടെ സ്പെഷ്യൽ ഇത് எப்படி പൊട്ടിക്കணும்னா ஃபர்ஸ்ட் ஸ்மோக் வரும், ரெண்டாவது ஃபர்ஸ்ட் ஸ்மோக், ஓகே ரெண்டாவது கலர் சேஞ்ச் ஆகும், மூணாவது பிளாஸ்ட் ஆகும். ஆமா இது ஸ்பெஷல், கிட்ஸோட ஸ்பெஷல் இது. இது வந்து மயில். இது வந்து மயில். மயில் தான் பீகாக் ட்ரை கலர் ஃபவுண்டைன் 3 பீஸ். மயில் பீலி விரிക്കുന്ന மாதிரி மயில் தோகை மாதிரியே வரும். இதுல ஃபயர் பண்ணா போதும். இந்த இருக்குல இதுல ஃபயர் பண்ணா போதும் ஆட்டோமேட்டிக் ரெண்டு இதுல சேஞ்ச் ஆகும். அப்ப மயில் தோகை மாதிரி ஃபங்க்ஷன் கொடுக்கும். நைட்ல 1 மினிட் ஃபங்க்ஷன் ஆகும். இதோட சாதாரண 1 மினிட் ஃபங்க்ஷன் ஆகும் நைட்ல. ஓகே ஓகே. பார்க்க போறது ட்விங்கிங் பால். ட்விங்கிங் பாலோட ஃபங்க்ஷன் என்ன அப்படின்னா ஃபர்ஸ்ட் ஃபவுண்டைன், ஓகே ரெண்டாவது மேல வள்ளி ஒரு அவுட் போகும். அவுட் போயிட்டு மேல 2 பால் குட்டிக்கும். இது கிட்ஸோட வெரைட்டிஸ். ஓகே இந்த பால் ஒரிஜினல் பால், லைட்டிங்ஸ் பால் ஒரிஜினல் பால். ഓക്കേ മേലെ പോയി പൊട്ടിക്കും ഇത്. ഓക്കേ അരിസൺ പൊട്ടാസ് കടയുടെ വിഷു സ്പെഷ്യൽ സാധനങ്ങളാട്ടോ ഇരിക്കുന്നത് ഫുള്ള്. അപ്പൊ ഇതുണ്ടോ ഇതെല്ലാം ആയിട്ട് നമ്മൾ ഗ്രൗണ്ടിലേക്ക് പോവാണ്. ഗ്രൗണ്ടിൽ പോയി ഒരു ചെറിയ ടെസ്റ്റ് അടിക്കാനായിട്ട് പോവാണ്. ഇതൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് പൊട്ടുന്നതിന്റെ പരിപാടികളൊക്കെ. അപ്പൊ നേരെ നമ്മളിത് ഗ്രൗണ്ടിലേക്ക് അങ്ങ് പോവാണ്. എന്താ മയിൽ മാതിരി. ആഹാ സൈഡാ പോയി ഷാർട്ട് അത് വരവേ മതി. ഇതുണ്ടോ ഈ മയില്, ഇതൊരു വെറൈറ്റി കേട്ടോ. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇത് കിഡ്സിന്റെ വെറൈറ്റി ഒത്തിരി ഉണ്ട് കേട്ടോ. ഒരുപാട് സംഭവമുണ്ട്. നമ്മുടെ നാട്ടിൽ കാണാത്ത ഒത്തിരി സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള എല്ലാ അവസരവും ഒരുക്കുന്ന അരിസൺ ക്രാക്കർ ഷോപ്പാണ്. അവരോടും നമ്മൾ പ്രത്യേകമായി നന്ദി പറയുന്നു. വിഷു പ്രമാണിച്ചുണ്ടല്ലോ ഇവർക്ക് ഒരു 90% ഓഫറും ഉണ്ട്. ഇത് ഇവരുടെ കമ്പനിയുടെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാം ഞാൻ ഇത് ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം. എങ്ങനെയാണ് കമ്പിത്തിരി നിർമ്മിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും എത്തുന്നതാണ്. വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.